നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് എന്ന ദിനത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് 1201 പുത്തൻ മാസമാണ്. ഇടവ മാസം 1-ാം തീയതി, അതായത് 2026 മെയ് മാസം 15-ാം തീയതി വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ഒരു ശുഭ ദിനമാണ്. പക്ഷേ വെള്ളിയാഴ്ച സ്ത്രീകളും നാൽക്കാലികളും ഗർഭിണികളും സഞ്ചരിക്കാൻ പാടില്ല. വിശേഷ നാൽക്കാലികളും ഗർഭിണികളും. അപ്രകാരം തന്നെയാണ് ബുധനാഴ്ചയും. ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:06 അസ്തമയം വൈകിട്ട് 6:36 ഇന്നത്തെ തിഥി കർത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. കാലത്ത് 8:30 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ചതുർദശിയാണ്. ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാത്ത റിക്ത ഒഴിഞ്ഞ തിഥിയാണ് ചതുർദശി തിഥി. ഇന്നത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു. അശ്വതി മകം മൂലം ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം കേതുവാകുന്നു. അശ്വതി നക്ഷത്രത്തിൽ നമുക്ക് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ ഗണ്ടാന്തം വരാൻ പാടില്ല. അശ്വതി മകം മൂലം ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാൻ പാടില്ല. അത് ഗണ്ടാന്ത നക്ഷത്രമാണ്. പക്ഷേ ഇന്ന് അശ്വതി 36 നാഴികയുണ്ട്. ഇന്ന് സർപ്പക്ഷേത്ര ദർശനം നടത്തുക. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന മന്ത്രത്തോടുകൂടി സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി. അപ്രകാരം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന് വെളി ഊരിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ അനുകൂലമാണെന്ന് അറിയുക. തിഥി ചതുർദശിയാണ്, കറുത്തപക്ഷത്തിലെ ചതുർദശിയാണ്. നാളെ എന്താകുന്നു ദിനം? കറുത്തവാവാകുന്നു. പിതൃകർമ്മം ചെയ്ത് അല്ലെങ്കിൽ തിലോഹാമാദി കർമ്മങ്ങൾ ചെയ്ത് സായുജ്യ ക്രിയ ചെയ്യാൻ ഏറ്റവും നല്ല ദിനമാണ് ഇന്ന് ചതുർദശി ദിവസം. ഇന്ന് രാത്രി പിതൃകർമ്മം ചെയ്ത് നാളെ അടുത്തുള്ള പിതൃക്കൾക്ക് സന്തോഷം നൽകാൻ പറ്റുന്ന ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പിതൃകർമ്മം ചെയ്യുന്നത് വളരെ ഗുണകരമാണെന്ന് അറിയുക. ഇന്നത്തെ ശുഭ മുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാലത്ത് 8:10 മുതൽ 9 മണി വരെയുള്ള സമയം. ഉച്ചയ്ക്കാണെങ്കിൽ 1:10 മുതൽ 2 മണി വരെയുള്ള സമയം. സാമ്പത്തിക വിഷയത്തിൽ ഇന്ന് ഇടപെടുന്നത് അത്ര ശുഭമല്ലെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.